പ്രത്യാശിക്കുവാൻ വകയൊന്നും കാണാത്തപ്പോഴും പ്രത്യാശയോടെ ജീവിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ പ്രത്യാശ. കാരണം ദൈവമക്കൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യരിലോ സാഹചര്യങ്ങളിലോ വസ്തുതകളിലോ അല്ല, മറിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നും സകലവും സൃഷ്ടിച്ചവനായ സർവശക്തിയുള്ള ദൈവത്തിലാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. നാം പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവം ആര്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൻ. അവൻ അസാധ്യമായി ഒന്നും തന്നെയില്ല, സകലവും അവന് സാധ്യം. ഇങ്ങനെയുള്ള ദൈവത്തിൽ നാം കണ്ണുമടച്ച് പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നാം ഒരു നാളും ലജ്ജിച്ച് പോകുകയില്ല. അനുകൂലമായ സാഹചര്യമോ കാലാവസ്ഥയോ ആളുകളോ നമ്മുടെ വിഷയത്തിൽ വേണമെന്നില്ല. എല്ലാം പ്രതികൂലമായ അവസ്ഥയായിരുന്നാൽ പോലും ധൈര്യത്തോടെയും ഉറപ്പോടെയും കൂടെ നമ്മുടെ കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഒരു നല്ല ശുഭഭാവി പ്രത്യാശിക്കുവാൻ നമുക്ക് അനുവാദവും അവകാശവുമുണ്ട്. ക്രിസ്തു കേന്ദ്രീകൃതമായുള്ള നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ജീവിതത്തിൽ നമുക്ക് നിരാശയും ആശയ്ക്ക് വകയില്ലാത്തതുമായവ അനുഭവപ്പെട്ടേക്കാം. പക്ഷെ പ്രത്യാശ നമ്മെ നിലനിർത്തുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിലൂടെ ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി അവനൊരു വഴി ഒരുക്കുകയാണെന്നും അവൻ്റെ വരാനിരിക്കുന്ന രാജ്യത്തിൽ നാം അവനോടൊപ്പം വസിക്കുന്നതിനായി നമ്മെ ഒരുക്കുകയാണെന്നും അറിയുമ്പോൾ ഭൂതകാലത്തിലെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, വെളിപ്പെടുവാനുള്ള ഭാവി മഹത്വം നമ്മെ വർത്തമാനകാലത്തിൽ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ പ്രാപ്തരാക്കുന്നു. 146-ാം സങ്കീർത്തനം 5-ാം വാക്യം: തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ക്രിസ്തുവിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയെ മുറുകെ പിടിക്കാം.